പോലീസിനെതിരെ കടുത്ത ആരോപണവുമായി കോഴിക്കോട്ടെ KSU പ്രവർത്തകർ. കോഴിക്കോട് KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജിനെ ഉൾപ്പെടെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. നോർത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയൽ ആന്റണിയുടെ കഴുത്തിന് പിടിച്ച് ശ്വാസം മുട്ടിച്ചെന്നും പരാതി ഉയരുന്നുണ്ട്. എന്നാൽ ആരോപണം തെറ്റാണെന്ന് SP ബിജുരാജ് വ്യക്തമാക്കി. പോലീസുകാർക്കെതിരെ ആരോപണങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് പരാതിയുമായി KSU പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. 2023 ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് DDO ഓഫീസ് ഉപരോധിക്കാനെത്തിയ VT സൂരജ് ഉൾപ്പെടെയുള്ള 12ഓളം പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതായി VT സൂരജ് പറഞ്ഞു. നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോയാണ് KSUവിന്റെ ജില്ലാ ഭാരവാഹികളും സഹപ്രവർത്തകർക്കൊപ്പം സംസാരിക്കാൻ പോയി. അവിടെ എത്തുമ്പോൾ ഒരു സംഘം അന്നത്തെ കസബ CI കൈലാസനാഥിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പോലീസുകാർ അതിക്രമിച്ച് വന്ന് ഞങ്ങളെ വലിച്ചിഴച്ച് വണ്ടി കയറ്റി വലിയ ക്രൂരമായ മർദ്ദനം തന്നെ അവിടെ നടന്നു. വണ്ടി കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സ്റ്റേഷനിൽ വണ്ടിയിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് ഉന്തി നമ്മളെ തള്ളിയിട്ടു. അതിനുശേഷം സ്റ്റേഷനിൽ വെച്ച് അന്നത്തെ സുരക്ഷാ വീഴ്ച ഉണ്ടായതിന്റെ മുകളിൽ നിന്നുള്ള ചീത്ത കേട്ടതിന്റെ അല്ലെങ്കിൽ വിമർശനം കേട്ടതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ എന്നോണം അന്നത്തെ AC ആയിരുന്ന ബിജുരാജ് സ്റ്റേഷനിൽ വരികയും ഞങ്ങളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ ബലം പ്രയോഗിച്ച് പിടിച്ചു വാങ്ങി കൂടെ ഉണ്ടായിരുന്ന ഒരാളെ മർദ്ദിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാനത് തടഞ്ഞപ്പോൾ എന്നെ വലിച്ചിഴച്ചു. എന്റെ കൈ പുറകോട്ട് വലിച്ചു. സ്റ്റേഷനിലൂടെ വലിച്ചിഴച്ചു. പുള്ളി ലോക്കപ്പിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ടു. അന്നത്തെ കസബ SHO കൈലാസ്നാഥന്റെ നേതൃത്വത്തിലാണ് മർദ്ദനമുണ്ടായത്. തുടർന്ന് പ്രവർത്തകർക്കെതിരെ വ്യാജ പരാതി ചമച്ച് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. വിവരമറിഞ്ഞ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ടെന്നറിഞ്ഞതോടെ VT സൂരജ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നതായി VT സൂരജ് പറഞ്ഞു. നവകേരള സദസ് പരിപാടി നടക്കുന്നിടത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാണിക്കുന്നതിനായി ഒരു കൂട്ടം KSU പ്രവർത്തകർ എരഞ്ഞിപ്പാലത്ത് എത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയതിനു ശേഷവും നോർത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോയൽ ആന്റണിയുടെയും KSU ജില്ലാ വൈസ് പ്രസിഡന്റ് രാഗിന്റെയും കഴുത്തിന് പിടിച്ച ശ്വാസം മുട്ടിച്ച് മർദ്ദിച്ചതായും പരാതിയുണ്ട്. ഞാൻ വിടാൻ പറയുന്നുണ്ട്, അദ്ദേഹം വിടാൻ തയ്യാറായില്ല. പക്ഷേ മറ്റൊരു പോലീസുകാരൻ കുറച്ച് നേരത്തിന് ശേഷം വന്നതിന് ശേഷം അത് ബലം പ്രയോഗിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹം ആ കൈയൊന്ന് കഴുത്തിൽ നിന്ന് എടുക്കാൻ സമ്മതിച്ചത്. അത്രയും നേരം അദ്ദേഹം എന്തോ വ്യക്തിവൈരാഗ്യം തീർക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പിണറായി വിജയൻ എൻ്റെ സ്വന്തം ആളാകുന്നു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കുന്ന ആരാണേലും മർദ്ദിക്കുമെന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മാത്രമല്ല മറ്റൊരു സഹപ്രവർത്തനം കൂടെ പിടിക്കുമ്പോൾ അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം കരുതിക്കൂട്ടി തന്നെയാണ് പ്രതിഷേധിച്ചാൽ മർദ്ദിക്കും. ആ ഒരു നിലപാടാണ് അദ്ദേഹത്തിൻ്റെ. സംഭവത്തെ തുടർന്ന് അന്നേ ദിവസം തന്നെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിട്ടും ഇതുവരെയായും തങ്ങൾക്ക് നീതി ലഭിച്ചില്ലെന്നും കേസ് ഒതുക്കി തീർക്കാനാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ശ്രമമെന്നും ജോയൽ ആന്റണി പറഞ്ഞു. എന്നാൽ ആരോപണങ്ങൾ തീർത്തും വസ്തുതാവിരുദ്ധമാണെന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കുന്നത്. മർദ്ദനമേറ്റ ദിവസം ആശുപത്രിയിൽ പ്രവർത്തകരാരും എത്തിയിട്ടില്ലെന്നും പ്രവർത്തകർ അക്രമ സ്വഭാവം കാണിച്ചതിനാൽ അസ്വാഭാവികമായി സംഭവിച്ചിട്ടുള്ളതാണെന്നുമായിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.